ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഡിസിഷൻ ലെറ്റർ ഒക്കെ കൈ കിട്ടി അയർലൻഡിലേക്ക് പറക്കാൻ കാത്തിരിക്കുന്നവരാണോ നിങ്ങൾ? എന്താണ് പഠിക്കേണ്ടത്, എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്, എങ്ങനെ ഇൻ്റർവ്യൂവിന് ഫസ്റ്റ് അറ്റൻഡ് തന്നെ പാസ്സാകാം എന്നൊക്കെ ഓർത്തിരിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അയർലൻഡിലേക്കുള്ള ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ്. അപ്പം നമുക്ക് ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ വീഡിയോയും ബാക്കിയുള്ള വീഡിയോസൊക്കെ കണ്ട് നിങ്ങൾക്ക് വീഡിയോസ് ഉപകാരപ്രദമായെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം അതായത് ഇപ്പം നമ്മൾ ഇൻ്റർവ്യൂവിൽ ചെല്ലുമ്പോൾ നമ്മളോട് ചോദിക്കുകയാണ്, വെൻ യു ആർ ഓൺ ഡ്യൂട്ടി ആൻഡ് വൺ ഓഫ് യുവർ ഡിമെൻഷ്യ പേഷ്യൻറ്റ് സഡൻലി ഗെറ്റ് അജിറ്റേറ്റഡ് അല്ലെ സഡൻലി ബിക്കം അജിറ്റേറ്റഡ് ആൻഡ് വാട്ട് യു വിൽ ഡു. അപ്പം നമുക്ക് പറയാം, ഫസ്റ്റ് ഓഫ് ഓൾ ഐ വിൽ സ്റ്റേ കാം ആൻഡ് ഐ വോണ്ട് ടേക്ക് ഇറ്റ് പേഴ്സണൽ ആൻഡ് ഐ വോണ്ട് ആർഗ്യൂ ദ പേഷ്യൻറ്റ് either. Instead, I will give a personal space for the resident and I will try to identify what triggers this behavior. അപ്പം അതായത് either pain or എന്താണ് hunger or thirst or frustration or any incontinence, ലൈക്ക് വെറ്റ് ഇൻകോണ്ടിനൻസ് വെയർ, അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് ഞാൻ ചെക്ക് ചെയ്യും. ഇപ്പോൾ എന്തെങ്കിലും പെയിന് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ പെയിൻ മെഡിക്കേഷൻ അഡ്മിനിസ്റ്റർ ചെയ്യും. ഇപ്പം ഇൻകോണ്ടിനൻറ്റ് വെയർ ഒക്കെ ആണെങ്കിൽ ഞാനത് ചേഞ്ച് ചെയ്ത് എല്ലാം ഓക്കെ ആണെന്ന് മേക്ക് ഷുവർ ചെയ്യും. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ നമുക്ക് പറയാം. പിന്നെ അതുപോലെ തന്നെ ഐ വിൽ ട്രൈ ടു റീഅഷ്വർ ദ പേഷ്യൻറ്റ് ആൻഡ് ഐ വിൽ ടേക്ക് ദ പേഷ്യൻറ്റ് ഫോർ എ വാക്ക് and I will offer a cup of tea and I will try to ventilate his or her feelings. Use the redirection or distraction technique. Okay, I will try to convince the patient and I will take the patient for a walk or something. Okay, if it is safe to do so. But if the patient get agitated, I will ask for help and will administer the PRN medication according to the policy, and also I will document the incident and I will find out the possible triggering factors as well. അങ്ങനെ നമുക്ക് പറയാം. അപ്പം സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മളോട് ചോദിക്കുകയാണ്, ഹൗ ഡു യു കമ്മ്യൂണിക്കേറ്റ് വിത്ത് എ ഡിമെൻഷ്യ പേഷ്യൻറ്റ്. അപ്പം ഡിമെൻഷ്യ എന്താണെന്ന് അറിയത്തില്ലാത്തവർക്ക് വേണ്ടി മാത്രമായിട്ട് പറയുകയാണ്, ഡിമെൻഷ്യ ഈസ് എ പ്രോഗ്രസീവ് കണ്ടീഷൻ ദാറ്റ് അഫക്റ്റിംഗ് മെമ്മറി, തിങ്കിങ്, then behavior, communication and the ability to perform the day-to-day activities of daily living. ഓക്കെ, അപ്പം നമ്മൾ എങ്ങനെയാണ് അങ്ങനെയുള്ള ഒരു ഡിമെൻഷ്യ പേഷ്യൻസിനാണ്, ഡിമെൻഷ്യ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് മെമ്മറി ലോസ് കാര്യങ്ങളൊക്കെയാണ്. അപ്പം അങ്ങനെ ഒരു പേഷ്യൻറ്റിനോട് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ഓഫ് കോഴ്സ് ഐ വിൽ മേക്ക് ഷുവർ ടു മെയിൻറ്റെയിൻ എ കാം ആൻഡ് മോണോട്ടോണസ് ടോൺ. ഓക്കെ, ഇൻ എ ഫ്രണ്ട്ലി മാനറിൽ ഞാൻ സംസാരിക്കാനായിട്ട് ശ്രമിക്കും. നെക്സ്റ്റ് ഇതെന്ന് പറഞ്ഞാൽ ഐ വിൽ മേക്ക് ഷുവർ ഓൾവേസ് മെയിൻറ്റെയിനിങ് ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഷോർട്ട് ആൻഡ് പ്രിസൈസ് മാനർ അല്ലെങ്കിൽ കൺസൈസ് മാനറിൽ ഞാൻ അവരോട് വളരെ സിമ്പിൾ സെൻറ്റൻസ് ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറയും. പിന്നെ അതുപോലെ തന്നെ ഐ വോണ്ട് റഷ് ദ പേഷ്യൻറ്റ്, ഞാൻ ഒരിക്കലും പേഷ്യൻറ്റിനെ റഷ് ചെയ്യില്ല. ഐ വിൽ ഗീവ് എക്സ്ട്രാ ടൈം ടു റെസ്പോണ്ട്. കാരണം നമ്മളിപ്പം നമ്മൾ നോർമൽ ആൾക്കാരോട് ചോദിക്കുന്ന പോലെ തന്നെ ഇപ്പം അവരോട് ചോദിച്ചാൽ ഇത്ര സമയത്തിനുള്ളിൽ നോർമൽ ആൾക്കാർ റെസ്പോണ്ട് ചെയ്യുന്ന സമയത്തിനുള്ളിൽ തന്നെ ഡിമെൻഷ്യ പേഷ്യൻസ് റെസ്പോണ്ട് ചെയ്യണമെന്നില്ല. അതായത് ഇപ്പം നമ്മൾ എന്തെങ്കിലും ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്താണ് ഇന്ന് ഫുഡ് വേണ്ടതെന്ന് നമ്മൾ ഇപ്പം നോർമൽ ആൾക്കാരോട് നമ്മൾ ചിലപ്പോൾ ഒരു പ്രാവശ്യം ചോദിച്ചാൽ, പക്ഷേ ഇവരോട് നമ്മളത് വീണ്ടും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അവർക്കത് തിങ്ക് ചെയ്ത് ചിലപ്പോൾ അവർക്ക് അന്നേരം നമ്മൾ എന്താ ചോദിച്ചതെന്ന് അവർക്ക് ചിലപ്പോൾ മനസ്സിലാവുകയില്ല. അപ്പോൾ അങ്ങനെ അവരോട് നമുക്ക് കുറച്ച് പേഷ്യൻ്റ് ആയിട്ട് നമ്മൾ നിൽക്കണം. ഓക്കെ, അപ്പം എക്സ്ട്രാ ടൈം കൊടുക്കുമെന്ന് നമുക്ക് പറയാം. ഐ വിൽ
always use the patient preferred name while addressing the resident. അതായത് for example, if the patient name is Paddy Hawk and if the patient likes to be addressed as Paddy or Patrick or Pat, whatever it will be, I will use the preferred name. Sometimes the patient might like to be addressed as Paddy instead of Patrick. So I will use the preferred name as always. Okay. പിന്നെ I will avoid arguing with them or I will avoid correcting them unnecessarily. പിന്നെ അതുപോലെ തന്നെ I will always make sure I'm having an open body gestures. അതായത് ഒരു ഫ്രീ ഓപ്പൺ ബോഡി ജസ്റ്റർ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ ഉറപ്പുവരുത്തും. കാരണം അവർക്ക് എന്നാലോ നമ്മളോടിരുന്ന് തുറന്ന് സംസാരിക്കാൻ തോന്നുള്ളൂ. അതായത് ഇങ്ങനെ കൈ കെട്ടി നിൽക്കുക, അങ്ങനെ അല്ലെങ്കിൽ അവരെന്തേലും പറയുമ്പോൾ ഇങ്ങനെ തലയെ ചൊറിഞ്ഞുകൊണ്ട് നിൽക്കുക, അങ്ങനെയുള്ള ജസ്റ്ററുകളൊന്നും ഒരിക്കലും പാടില്ല. നമ്മളെപ്പോഴും ഒരു ഓപ്പൺ, നമ്മളെ കാണുമ്പോൾ അവർക്ക് നമ്മളോട് സംസാരിക്കാൻ തോന്നുന്നു, എപ്പോഴും ഒരു പ്ലസൻ്റ് ആയിട്ട് നിന്ന് സംസാരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യന് വേണ്ടി നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ റെസിഡന്റ് ഇൻ നഴ്സിംഗ് ഹോം ഈസ് കീപ്പ് ഓൺ ആസ്കിങ് ടു ഗോ ഹോം, വാട്ട് യു വിൽ ഡു? അപ്പം നമ്മുടെ ഒരു പേഷ്യൻ്റ് എപ്പോഴും എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുമെന്നാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് പറയാം, ഐ വോണ്ട് സേ ദ പേഷ്യൻറ്റ്, അല്ലെങ്കിൽ ഐ വോണ്ട് ആർഗ്യൂ ദ പേഷ്യൻറ്റ് ബൈ സേയിങ് ദിസ് ഈസ് യുവർ ഹോം ബിക്കോസ് ഇറ്റ് മേ ഇൻക്രീസ് ദെയർ ഡിസ്ട്രസ്. കാരണം ഓക്കെ, നിൻ്റെ വീട് ഇതാണ്, ഇനിയിപ്പം നിനക്ക് വേറെ ഇടത്തോട്ടും പോകാൻ പറ്റുകയില്ല, അങ്ങനെ ഒരു രീതിയിൽ ഞാൻ സംസാരിക്കില്ല. കാരണം അങ്ങനെ പറയുമ്പോൾ അവരുടെ ആൻസൈറ്റി ലെവല് കൂടും. അപ്പോൾ അതിന് പകരം ഞാൻ എന്ത് പറയും? ഞാൻ പറയും, ഓക്കെ ജോൺ, ഇറ്റ് സൗണ്ട്സ് ലൈക്ക് യു ആർ മിസ്സിങ് യുവർ ഹോം, റൈറ്റ്? സോ വിൽ ടോക്ക് അബൌട്ട് ഇറ്റ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പേഷ്യൻറ്റിനെ റീഅഷ്വർ ചെയ്ത് പേഷ്യൻറ്റിനെ നമുക്ക് ഡിസ്ട്രാക്ഷൻ ടെക്നിക്ക് ഉപയോഗിച്ച് വേറെ കോൺവെർസേഷനിലേക്ക് നമുക്ക് റീഡയറക്റ്റ് ചെയ്യാം. അതായത് ഓക്കെ, ജോൺ കം, വിൽ ഗോ ഫോർ എ വാക്ക് ആൻഡ് വിൽ see how do we fix it, അല്ലെങ്കിൽ വിൽ see what I can do for you, okay എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പേഷ്യൻ്റ് ഒരു വോക്കിനായിട്ട് കൊണ്ടുപോയി, അല്ലെങ്കിൽ പേഷ്യൻ്റെ ഇഷ്ടമുള്ളൊരു ആക്ടിവിറ്റിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഫോട്ടോസൊക്കെ പേഷ്യൻ്റെ റൂമിൽ കാണും. അങ്ങനെ പേഷ്യൻ്റെ പണ്ടത്തെ ഫോട്ടോസ്, അല്ലെങ്കിൽ പേഷ്യൻ്റ് ഇപ്പോൾ പെയിൻറ്റിങ് കാര്യങ്ങൾ ഇഷ്ടമാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ കോൺവെർസേഷൻ റീഡയറക്റ്റ് ചെയ്ത് ഈ വിഷയത്തിൽ നിന്ന് നമ്മൾ മാറ്റുക. അതാണ് നമ്മുടെ പ്രാഥമികമായ നമ്മുടെ ലക്ഷ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ ഡിസ്ട്രാക്ട് ചെയ്ത് റീഡയറക്റ്റ് ചെയ്ത് പേഷ്യൻറ്റിൻ്റെ ആ ടോപ്പിക്കിൽ നിന്ന് മാറ്റി വേറെ ടോപ്പിക്കിലേക്ക് ഇതാക്കുക. അപ്പോൾ തന്നെ ഐ വിൽ ട്രൈ ടു ഫൈൻഡ് ഔട്ട് വാട്ട് ട്രിഗറിങ് ഫാക്ടർ, അല്ലെങ്കിൽ വാട്ട്സ് ബോദറിങ് ഹിം, ആൻഡ് ഐ വിൽ ട്രൈ ടു വെന്റിലേറ്റ് ഹിസ് ഫീലിങ്സ്, ആങ്സൈറ്റി, ലോൺലിനെസ് ഓർ വാട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വെന്റിലേറ്റ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ റെസിഡൻറ്റ് റെഫ്യൂസസ് പേഴ്സണൽ കെയർ വെൻ യു ഗോൺ ടു അസസ് ഹിം ഫോർ വാഷ്, അല്ലെങ്കിൽ ബോഡി വാഷ് ഓർ ഷവർ, വാട്ട് യു വിൽ ഡു? അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഐ വോണ്ട് ഫോഴ്സ് ഹിം, ഐ വിൽ റെസ്പെക്ട് ഹിസ് റൈറ്റ് ടു refuse, and rather than forcing him, I will try to explain him the importance of the personal care, and I will try to identify what is the triggering factor, അല്ലെങ്കിൽ why he is refusing care. Is that because the staff approached at wrong time? Does he or she have some preferred time to take shower, or does he need specific staff, or does he have any pain or anything? അങ്ങനെയുള്ള എന്തെങ്കിലും, അല്ലെങ്കിൽ is she or he is bit shy or concerned about the privacy or things. അപ്പോൾ എന്താണ് അതിൻ്റെ കാരണമെന്ന് ഞാൻ കണ്ടുപിടിക്കും. അതുപോലെ തന്നെ ഞാൻ മേക്ക് ഷുവർ ചെയ്യും, ഐ വിൽ ഓൾവേസ് explain the procedure before I am doing, so that the patient can understand what I am going to do next. Okay, and I will always ensure the privacy and dignity throughout the procedure, and I will try to encourage the independence by
allowing the patient to choose the clothes and whatever he or she can do. ഓക്കെ, അപ്പം പേഷ്യൻ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പേഷ്യൻ്റ് ചെയ്ത് ഞാൻ അവരെ ഇൻഡിപെൻഡൻസും എൻകറേജ് ചെയ്യൂ എന്നുള്ള ഒരു കാര്യവും കൂടെ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ പറയാം. അപ്പോൾ അങ്ങനെ ഞാൻ പേഷ്യൻറ്റിന് വളരെ കംഫർട്ടബിൾ ഉള്ള രീതിയിൽ അപ്രോച്ച് ചെയ്ത് പേഷ്യൻറ്റിന് ഞാൻ വളരെ നല്ല രീതിയിൽ കെയർ കൊടുക്കും. ഇഫ് ദ പേഷ്യൻറ്റ് ഈസ് നോട്ട് എഗ്രി, ഇപ്പം ഞാൻ ഇതെല്ലാം പറഞ്ഞിട്ടും പേഷ്യൻ്റ് എഗ്രി ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ പേഷ്യൻറ്റിന് കുറച്ചുകൂടെ സമയം കൊടുത്തിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് നോക്കും. ഐ വിൽ കം ബാക്ക് ടു ദ പേഷ്യൻറ്റ് ലേറ്റർ ആഫ്റ്റർ ഹാഫ് ആൻ അവർ ഓർ 1 hour. എന്നിട്ട് ഞാൻ പേഷ്യൻറ്റിന് കെയർ കൊടുക്കും. ഓക്കെ, ഇങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾക്കിത് പറയാം. ഇത്രയൊക്കെ ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത്. അപ്പം ഇത് തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നഴ്സിംഗ് ഹോം ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സിനെ കുറിച്ച് ചെയ്തായിരുന്നു. അപ്പം ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് പറയുക. ഞാൻ നിങ്ങൾക്ക് എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്പെസിഫിക് ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചോ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. ഞാൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയെങ്കിൽ നിങ്ങളിത് നിങ്ങളുടെ ഫ്രണ്ട്സിന് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇത്രയുള്ള വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.